ഐ ടിയുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസിനെ കുറിച്ചാണ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ പൂർവികൻ എന്നറിയപ്പെടുന്ന അബാക്കസാണ്. അബാക്കസ് 5000 വർഷം മുൻപേ ചൈനയിൽ വികസിപ്പിച്ച ഒരു കൗണ്ടിങ് മെഷീനാണ് അബാക്കസ് എന്ന് പറയുന്നത്. അബാക്കസിനെ സംബന്ധിച്ചിടത്തോളം അബാക്കസ് ഒരു കൗണ്ടിങ് മെഷീനാണ്. മുത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൗണ്ടിങ് മെഷീനാണ് അബാക്കസ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് അബാക്കസ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാര ജനതയാണ്. അപ്പം ഏത് സംസ്കാര ജനതയാണ് അബാക്കസ് ഡെവലപ്പ് ചെയ്തു എന്ന് ചോദിച്ചാൽ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാര ജനതയാണ് എന്ത് ഡെവലപ്പ് ചെയ്ത് അബാക്കസ് ഡെവലപ്പ് ചെയ്ത്. അബാക്കസ് ഡെവലപ്പ് ചെയ്ത രാജ്യം ചോദിച്ചാൽ ചൈനയും. അബാക്കസ് ഡെവലപ്പ് ചെയ്ത താഴെ പറയുന്നവരിൽ ഏത് സംസ്കാര ജനത എന്ന് ചോദിച്ചാൽ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാര ജനതയാണ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒന്നാം ജനറേഷൻ ആരംഭിക്കുന്നത് 1940 മുതൽ 1956 വരെയാണ്. 1940 തുടങ്ങി 1956 വരെയാണ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒന്നാം ജനറേഷൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒന്നാം ജനറേഷൻ്റെ കാലഘട്ടം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലഘട്ടം 1940 മുതൽ 1956 വരെ. PSCയുടെ പ്രീവിയസ് ചോദ്യം ഈ ജനറേഷനിൽ സർക്യൂട്ടിനായി ഉപയോഗിച്ചത് എന്താണെന്നാണ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആ ഒരു സ്പീഡ്, പ്രോസസ്സിങ് സ്പീഡൊക്കെ അതിൻ്റെ സർക്യൂട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ സർക്യൂട്ട് അനുസരിച്ചാണ് അതിൻ്റെ പ്രോസസ്സിങ് സ്പീഡൊക്കെ ആദ്യകാലങ്ങളിൽ. ഇപ്പം വേക്കൻ ട്യൂബ് ഉപയോഗിച്ചും വളരെയധികം പ്രോസസ്സിങ് സ്പീഡ് കുറവായിരുന്നു. അപ്പോൾ വേക്കൻ ട്യൂബാണ് ആദ്യകാലഘട്ടങ്ങൾ സർക്യൂട്ടിനായി ഉപയോഗിച്ചത്. എന്താണ്? വേക്കം ട്യൂബുകളാണ് ആദ്യ കാലഘട്ടത്തിൽ സർക്യൂട്ടിനായി ഉപയോഗിച്ചത്. അപ്പം വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്രീവിയസ് ചോദ്യമാണ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലഘട്ടം 1940 മുതൽ 1956 വരെ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാലഘട്ടത്തിൽ സർക്യൂട്ടിനായി ഉപയോഗിച്ചത് എന്താണ്? വേക്കം ട്യൂബാണ്. വേക്കം ട്യൂബ് കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജോൺ എ ഫ്ലമിംഗ്. വേക്കം ട്യൂബ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ എ ഫ്ലമിംഗ്. വേക്കം ട്യൂബ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ എ ഫ്ലമിംഗ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ മറ്റൊരു ചോദ്യം ശ്രദ്ധിക്കണം. 3 എലമെൻറ്റ് വേക്കം ട്യൂബ്. 3 എലമെൻറ്റ് വേക്കം ട്യൂബ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഓഡിയോൺ. 3 എലമെൻറ്റ് വേക്കം ട്യൂബ് അല്ലെങ്കിൽ ഓഡിയോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ലീ ഡി ഫോറസ്റ്റ്. ലീ ഡി ഫോറസ്റ്റ്. നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ സർക്യൂട്ടിനായി ഉപയോഗിച്ചത് എന്താണ്? വേക്കം ട്യൂബുകളാണ് സർക്യൂട്ടിനായി ഉപയോഗിച്ചത്. വേക്കം ട്യൂബ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ എ ഫ്ലമിംഗ്. 3 എലമെൻറ്റ് വേക്കം ട്യൂബ് അല്ലെങ്കിൽ ഓഡിയോൺ കണ്ടുപിടിച്ച വ്യക്തിയാണ് ലീ ഡി ഫോറസ്റ്റ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജാണ് മെഷ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ച ലാംഗ്വേജാണ് മെഷ്യൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1. ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷ്യൻ ലാംഗ്വേജ്. ബൈനറി ലാംഗ്വേജിൻ്റെ മറ്റൊരു പേരാണ് അല്ലെങ്കിൽ അറിയപ്പെടുന്നതാണ് മെഷ്യൻ ലാംഗ്വേജ്. മെഷ്യൻ ലാംഗ്വേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 0യും 1. അപ്പം ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ മെഷ്യൻ ലാംഗ്വേജാണ് ഉപയോഗിച്ചിരുന്നത്. ഇൻപുട്ട് ഡിവൈസുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ലൈക്ക് വൈസ് ഇൻപുട്ട് ഡിവൈസായ കീബോർഡ്, മൗസ് ഒന്നും തന്നെ എന്ത് ഇല്ലായിരുന്നു. പകരം ഇൻപുട്ട് കൊടുക്കാനായി പഞ്ച് കാർഡ്സിലൂടെയാണ് ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പഞ്ച് കാർഡിലൂടെയാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ എന്ത് കൊടുക്കുന്നത്? ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻപുട്ട് കൊടുത്തിരുന്നത് എന്തിലൂടെയാണ്? പഞ്ച് കാർഡിലൂടെയാണ്. ഔട്ട്പുട്ട് പ്രിൻ്റ് ഔട്ട് ആയിട്ടാണ് കിട്ടുന്നത്. ഔട്ട്പുട്ട് ഡിസ്പ്ലേഡ് ആസ് പ്രിൻ്റ് ഔട്ട്. ഔട്ട്പുട്ട് ഈസ് ഡിസ്പ്ലേഡ് ആസ് പ്രിൻ്റ് ഔട്ട്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുക. ഔട്ട്പുട്ട് ഈസ് ഡിസ്പ്ലേഡ് ആസ് പ്രിൻ്റ് ഔട്ട്. ഇനി അടുത്ത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് അലോസ് ബാച്ച് പ്രോസസ്സിങ്. ബാച്ച് പ്രോസസ്സിങ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത ഇറ്റ് അലോസ് ബാച്ച് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരേ സമയം ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അവസാനം അതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ബാച്ചാക്കി മാറ്റുക. ബാച്ച് പ്രോസസ്സിങ് എന്ന് വെച്ചാൽ ഇറ്റ് അലോഡ് ഓൺലി 1 പ്രോസസ് അറ്റ് എ ടൈം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ എന്താണ്? ബാച്ച് പ്രോസസ്സിങ് ആണ് അലോഡ് ചെയ്തിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? 1946 ഡെവലപ്പ് ചെയ്ത ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അതിൻ്റെ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ.
ഈ ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ ബിലോങ്സ് ടു വിച്ച് ജനറേഷൻ എന്നാണ് പ്രീവിയസ് ചോദ്യം. ഇതിൻ്റെ ഒന്നാമത്തെ പ്രീവിയസ് ചോദ്യം എന്ന് പറഞ്ഞാൽ ENIAC ബിലോങ്സ് ടു വിച്ച് ജനറേഷൻ. എന്താണ് ഉത്തരം? എന്താണ്? ENIAC ബിലോങ്സ് ടു ഫസ്റ്റ് ജനറേഷൻ. കാരണം 1940-56 ഇടയ്ക്കല്ലേ. അപ്പോൾ 1946 ENIAC ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ENIAC ബിലോങ്സ് ടു വിച്ച് ജനറേഷൻ എന്ന് ചോദിച്ചാൽ ഏത് ജനറേഷനാണ്? ഫസ്റ്റ് ജനറേഷനാണ്. ഓക്കെ ആണല്ലോ. ENIAC ഡെവലപ്പ് ചെയ്ത വ്യക്തികളാണ് ജോൺ പ്രസ്പർ എക്കേർട്ടും ജോൺ മാക്കുളി അല്ലെങ്കിൽ മൗക്കുളി എന്നോ ഇഷ്ടത്തിനനുസരിച്ച് പ്രൊണൗൺസ് ചെയ്യും. ഇപ്പോൾ പ്രൊണൗൺസിയേഷൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഈ ഒരു പേരിനെ സംബന്ധിച്ചിടത്തോളം. പേര് ഓർമ്മിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ENIAC ബിലോങ്സ് ടു ഫസ്റ്റ് ജനറേഷൻ. ENIAC ഡെവലപ്പ് ചെയ്ത വർഷം 1944. ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത വ്യക്തികളാണ് ജോൺ പ്രസ്പർ എക്കേർട്ടും ജോൺ മൗക്ലിയും. ഓക്കെ ആണല്ലോ. അടുത്ത് ഇതിന് എക്സാമ്പിൾ, അതായത് ഫസ്റ്റ് ജനറേഷൻ എക്സാമ്പിളാണ് യുണിവാക്. 1951 യുണിവാക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്യുന്നത്. യുണിവാക് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ഗ്രേസ് മുറേ ഹോപ്പർ. പ്രീവിയസ് ചോദ്യമാണ്. യുണിവാക് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ഗ്രേസ് മുറേ ഹോപ്പർ. അപ്പം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കണം, യുണിവാക് ബിലോങ്സ് ടു വിച്ച് ജനറേഷൻ? 40-56 ഇടയ്ക്കല്ല 51. അപ്പോൾ ഏത് ജനറേഷനാണ്? യുണിവാക് ബിലോങ്സ് ടു ഫസ്റ്റ് ജനറേഷൻ. യുണിവാക് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ആര്? ഗ്രേസ് മുറേ ഹോപ്പർ. ഈ ഗ്രേസ് മുറേ ഹോപ്പർ തന്നെയാണ് കൊബോൾ എന്ന് പറയുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. കൊബോളിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. 1951 യുണിവാക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത വ്യക്തി ആരാണ്? ഗ്രേസ് മുറേ ഹോപ്പർ. ഇതേ വ്യക്തി ഗ്രേസ് മുറേ ഹോപ്പർ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് കൊബോൾ ഡെവലപ്പ് ചെയ്തത്. കൊബോൾ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. കൊബോളിൻ്റെ ഫുൾ ഫോം PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ കാര്യം, യുണിവാക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ 1951 ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ഗ്രേസ് മുറേ ഹോപ്പർ. യുണിവാക് ബിലോങ്സ് ടു ഫസ്റ്റ് ജനറേഷൻ. യുണിവാക് ഡെവലപ്പ് ചെയ്ത ഗ്രേസ് മുറേ ഹോപ്പർ തന്നെയാണ് എന്ത് ഡെവലപ്പ് ചെയ്ത്? കൊബോൾ, കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. കൊബോളും ഡെവലപ്പ് ചെയ്ത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഈ ഫസ്റ്റ് ജനറേഷൻ മറ്റു 2 ഉദാഹരണങ്ങളാണ് എഡ്സാക്കും എഡ്വാക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഫുൾ ഫോം അബ്രിവേഷൻ നമുക്ക് പഠിക്കണം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ അടുത്ത 2 ഉദാഹരണങ്ങളാണ് എഡ്വാക്കും എഡ്സാക്കും. ആദ്യം നമുക്ക് എഡ്സാക്ക് നോക്കാം. എഡ്സാക്കിൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഇത് ശ്രദ്ധിച്ചോളണം. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഒന്നും കൂടെ, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. എഡ്വാക് ആണെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അപ്പോൾ ഇത് തമ്മിൽ പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, തിരിഞ്ഞു പോകാം. എഡ്സാക്ക് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഡിലേ. എന്തിനാണ് ഡിലേ? സ്റ്റോറേജ്. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഒന്നും കൂടെ, ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. എഡ്വാക് ആണെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ PSC എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നും കൂടെ, ഫസ്റ്റ് ജനറേഷൻ്റെ കാലഘട്ടം 1940 മുതൽ 1956 വരെ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ സർക്യൂട്ടിനായി ഉപയോഗിക്കുന്ന വാക്വം ട്യൂബുകളാണ്. വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലെമിംഗ്. അപ്പോൾ 3 element വാക്വം ട്യൂബ് അല്ലെങ്കിൽ ഓഡിയോൺ കണ്ടുപിടിച്ചത് ലീ ഡി ഫോറസ്റ്റ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി, മീൻസ് 0 അല്ലെങ്കിൽ 1. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ ഇൻപുട്ട് ഡിവൈസുകളായി ഉപയോഗിച്ചിരുന്ന പഞ്ചർ കാർഡുകളാണ്. ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഔട്ട്പുട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു? പ്രിൻ്റ് ഔട്ടുകളായി ഡിസ്പ്ലേ ചെയ്യുന്നു. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് അലൗഡ് ബാച്ച് പ്രോസസ് എന്ന് വെച്ചാൽ
ഇറ്റ് അലൗഡ് ഓൺലി വൺ പ്രോസസ് ടു വർക്ക് അറ്റ് എ ടൈം. എന്നിട്ട് അതെല്ലാം കൂടെ ഒരു ബാച്ച് ആക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ എന്ത് തരം പ്രോസസ്സിംഗ് എന്ന് ചോദിച്ചാൽ ബാച്ച് പ്രോസസ്സിംഗ് ആണ്. ഈ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് ഉദാഹരണമാണ് 1946 ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ. ENIAC ഡെവലപ്പ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? ജോൺ പ്രസ്പർ എക്കേർട്ടും ജോൺ മൗക്ലിയും. ഓക്കെ ആണല്ലോ. ബിലോങ്സ് ടു വിച്ച് ജനറേഷൻ? ഫസ്റ്റ് ജനറേഷൻ. അടുത്ത ജനറേഷനാണ് യൂണിവാക്. 1951 യൂണിവാക്, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവാക് ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ഗ്രേസ് മുറേ ഹോപ്പർ. ഹോപ്പർ തന്നെയാണ് കൊബോൾ, കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ആര് തന്നെയാണ്? ഗ്രേസ് മുറേ ഹോപ്പർ തന്നെയാണ്. ഇനി അടുത്ത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള രണ്ടെണ്ണമാണ് എഡ് വാക്കും എഡ് സാക്കും. എഡ് വാക്ക് എന്താണ്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് എന്താണ് കമ്പ്യൂട്ടർ. എഡ് സാക്ക് എന്താണ്? ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട നമുക്ക് അതിൽ പ്രീവിയസ് ചോദ്യം എന്ന് പറയാൻ നമുക്ക് പറ്റുന്ന അതിൻ്റെ സർക്യൂട്ടിനായി ഉപയോഗിച്ച് വേക്കൻ ട്യൂബ്, അതിൻ്റെ കാലഘട്ടം 4056. ENIAC ഏത് ജനറേഷനിൽ പെട്ടാണ്? ബിലോങ്സ് ടു ഫസ്റ്റ് ജനറേഷൻ. കൊബോൾ ഡെവലപ്പ് ചെയ്ത ആരാണ്? ഗ്രേസ് മുറേ ഹോപ്പർ. കൊബോളിൻ്റെ ഫുൾ ഫോം എന്താണ്? കോമൺ ബിസിനസ് ഓറിയൻറ്റഡ് ലാംഗ്വേജ്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതലായി കാണാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.